ഭർത്താവിനെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ഭാര്യ മരിച്ചു. കൊല്ലം കുന്നിക്കോട് സ്വദേശിനി വസന്തമ്മാളാണ് മരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. 2017 ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ വസന്തമ്മാൾ അറസ്റ്റിലായത്. പുനലൂർ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പ്രതി കുറ്റക്കാരി അല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചികിത്സയിലിരിക്കെയുള്ള മരണം. എ വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ പറയൂ. അതായത് റോഷ്നി, പുനലൂർ അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് കുറ്റക്കാരിയല്ലെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് കുന്നിക്കോട് സ്വദേശിനി വസന്തമ്മാൾ മരണപ്പെടുന്നത്. ഈ വാർദ്ധക്യകാലമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഇവർ. ഈ കോടതി വെറുതെ വിട്ട സന്തോഷ വാർത്ത ഇവരെ അറിയിച്ചെങ്കിലും അല്പസമയത്തിനകം തന്നെ ഇവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും 2017 ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ വസന്തമ്മാൾ അറസ്റ്റിലായത്. പിന്നീട് ഇങ്ങോട്ട് നീണ്ട നിയമപോരാട്ടം നടന്നു. ആ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഇതെന്തായാലും ഇത്തരത്തിൽ ഇവർ കുറ്റക്കാരിയല്ല, വസന്തമ്മാൾ കുറ്റവിമുക്തിയായി കോടതി പ്രഖ്യാപിച്ചതില്ലെങ്കിൽ ആ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് ഇപ്പോഴെന്തായാലും വസന്തമ്മാൾ ഈ ലോകത്തോട് വിട പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി, ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.